എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഒരു എന്താ സങ്കടമുള്ളൊരു കാര്യം പറയാനായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ടി ഫാമിലി, ഷെഫിയുടെയും ഷെമിയുടെയും യൂട്യൂബ് ചാനലാണ് ടി ഫാമിലി എന്ന് പറയുന്ന അതായത് ഫാമിലി വ്ളോഗ് ചാനൽ. അപ്പോൾ അവരുടെ ചാനലിൽ നിന്നുമാണ് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു ന്യൂസ്, ഒരു വേർപാട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഷെമി രണ്ടാമത് ഗർഭിണിയായിരുന്നു. അപ്പോൾ അതിൽ ആ പ്രഗ്നൻസിയിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അവർക്ക് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ചാനലിൽ. ആ വീഡിയോയിൽ തന്നെ പറയേണ്ടായി ലേബർ റൂമിലേക്ക് കയറ്റി എന്ന്. അപ്പോൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഷെമി പ്രസവിച്ചു, പെൺകുട്ടിയായിരുന്നു, പ്രസവിച്ച ഉടനെ തന്നെ മരണപ്പെട്ടു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ടി ഫാമിലി എന്ന് പറയുന്നത് എല്ലാ ഫാമിലി വ്ളോഗേഴ്സിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫാമിലി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത്രയും സമൂഹം അവരെ ക്രിട്ടിസൈസ് ചെയ്തിട്ട്, അതായത് അവരെ കുത്തിവെച്ചിട്ടും അവർ നല്ല സ്ട്രോങ് ആയിട്ടാണ് അവരുടെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ചാനലിലൂടെ തന്നെയാണ് അവർ വന്ന് വെളിപ്പെടുത്തിയത് ഇത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് കല്യാണം കഴിഞ്ഞത്, അപ്പോൾ ഷെമിക്ക് ഓൾറെഡി മാരീഡാണ്, 2 കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഒരു കുഞ്ഞു മോളാണുള്ളത്, ഐഷു. അപ്പോൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് റീസെൻ്റ് ആയിട്ടാണ് ഇവരുടെ ഇൻ്റർവ്യൂസൊക്കെ ഓരോ ചാനലിൽ വരാൻ തുടങ്ങിയത്. അപ്പോൾ അതോടുകൂടിയാണ് പ്രേക്ഷകരിലേക്ക് കൂടുതലും ഇവരെ പറ്റി അറിയാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂസ് വന്നപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം ആൾക്കാർ വന്നു. അതുപോലെ തന്നെ ഇവരെ കുറ്റപ്പെടുത്താനും കുത്തുവാക്കുകൾ കൊണ്ട് നോക്കാനും ഒരുപാട് പേരുണ്ട്. കാരണം ഇത്രയും പ്രായമായ സ്ത്രീയെ കല്യാണം കഴിക്കുന്നു, അതിന് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഇവർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ അവരൊരു വലിയൊരു സങ്കട സിറ്റുവേഷനിലാണ്. അപ്പോൾ ഇനി ഇതിലും കുറ്റപ്പെടുത്തി ഒരുപാട് പേര് പറയാൻ വരും, അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ 50 വയസ്സായ സ്ത്രീയും പ്രസവിക്കാം. അവർക്ക് ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണോ, ഹെൽത്തി ആണെങ്കിൽ പ്രസവിക്കുന്നതിൽ പ്രശ്നമില്ല. ഇപ്പം 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിനെ കൊടുക്കുന്നതും എടുക്കുന്നതൊക്കെ പടച്ചോനാണ്, ദൈവമാണ്. അപ്പോൾ അതിൽ നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ വന്നത് എന്നൊന്നും ആരും പറയാൻ നിൽക്കേണ്ട കേട്ടോ. അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി അവരുടെ ചാനലിൽ പോയി ഓരോരുത്തർ കമൻറ്റ് ചെയ്യുകയും പെരുമാറുകയും വേണം. അപ്പം അവരവരുടെ ഇഷ്ടമാണ്, അവരെ എങ്ങനെ ജീവിക്കണം, ആരെ വിവാഹം കഴിക്കണം, പ്രായം കൂടിയ ആളെ കഴിക്കണോ കുറഞ്ഞ ആളെ കഴിക്കണോ, എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ഇപ്പോൾ പ്രായം കുറഞ്ഞ ആളെ കല്യാണം കഴിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഫാമിലിയില്ലേ, സെപ്പറേറ്റഡ് ആവുന്നവരില്ലേ. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ അവർ തിരഞ്ഞെടുത്ത് ജീവിക്കട്ടെ. അവർക്ക് മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് അതിൽ പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായിരുന്നാലും ടി ഫാമിലിയിൽ നല്ല വലിയൊരു വിഷമഘട്ടം തന്നെയാണിത്. എന്തായിരുന്നാലും നമുക്ക് അവർക്ക് ആ വിഷമത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് റിക്കവറായി വരാൻ പറ്റട്ടെ. അതും ഈ പുണ്യ റമദാൻ മാസത്തിൽ അവരുടെ മനസ്സിന് സമാധാനവും സന്തോഷവും കൊടുക്കട്ടെ. ഇനി അവർക്കൊരു കുഞ്ഞു മോളുണ്ട്. അപ്പോൾ അവളെ കാണുമ്പം അവരുടെ സങ്കടങ്ങളൊക്കെ മറക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.